ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സൃഷ്ടിപ്പിനെ പറ്റി ഒന്ന് കേട്ടാലോ. സൃഷ്ടിയുടെ ആരംഭത്തിൽ പ്രപഞ്ചം നിശബ്ദമായിരുന്നു. നക്ഷത്രങ്ങളില്ലാത്ത, വെളിച്ചമില്ലാത്ത, അലയൊലികളില്ലാത്ത ഒരു ശൂന്യത മാത്രമെങ്ങും. കറുത്ത ഇരുട്ട് മാത്രം നിറഞ്ഞൊരവസ്ഥ. അവിടെയാണ് സർവശക്തനായ ദൈവത്തിന്റെ ശബ്ദം ആദ്യമായി മുഴങ്ങിക്കേട്ടത്. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവത്തിന്റെ ഒരൊറ്റ വാക്കിൽ പ്രപഞ്ചമുണർന്നു. അതുവരെ മൂടിക്കിടന്ന ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് വെള്ളിരശ്മികൾ പാഞ്ഞെത്തി. വെളിച്ചത്തെയും ഇരുട്ടിനെയും ദൈവം വേർതിരിച്ചു. പകലിന്റെ പ്രഭയും രാത്രിയുടെ ശാന്തതയും അവിടെ പിറന്നു. ദൈവം അത് നല്ലതെന്ന് കണ്ടു. രണ്ടാം ദിവസം ദൈവം അനന്തമായ ആകാശത്തെ സൃഷ്ടിച്ചു. നീല നിറമുള്ള ആകാശം ഭൂമിക്ക് മുകളിൽ വിരിഞ്ഞു. ഭൂമിയിലാകെ ജലം നിറഞ്ഞു നിന്നു. മൂന്നാം ദിവസം ദൈവം കൽപ്പിച്ചപ്പോൾ വെള്ളം ഒരിടത്തേക്ക് മാറി വലിയ സമുദ്രങ്ങളായി മാറി. ഉണങ്ങിയ ഭാഗം കരയായി രൂപപ്പെട്ടു. അവിടെ ദൈവത്തിന്റെ പച്ചപ്പിന്റെ വസ്ത്രം പുതപ്പിച്ചു. ചെറിയ പുൽനാമ്പുകൾ മുതൽ ആകാശത്തോളം വളർന്ന ആൽമരങ്ങൾ വരെ ഭൂമിയിൽ തലയുയർത്തി നിന്നു. അതിഭംഗിയായ പൂക്കളും മധുരമുള്ള പഴങ്ങളും കൊണ്ട് ഭൂമി ഒരു പറുദീസയായി മാറി. നാലാം ദിവസം ദൈവം ആകാശത്തിലെ വിളക്കുകൾ തെളിയിച്ചു. പകൽ വാഴുവാൻ പ്രതാപിയായ സൂര്യനെയും രാത്രിയിൽ നിലാവ് തരാൻ സൗമ്യയായ ചന്ദ്രനെയും ദൈവം നിശ്ചയിച്ചു. അസംഖ്യ നക്ഷത്രങ്ങളെ ദൈവം ആകാശത്ത് വിതറി. അവ ഇരുട്ടിൽ മുത്തുകളെ പോലെ തിളങ്ങി. കാറ്റും മഴയും കാലങ്ങളും അവയുടെ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ തുടങ്ങി. അഞ്ചാം ദിവസം വെള്ളത്തിൽ ജീവന്റെ സ്പന്ദനങ്ങൾ തുടങ്ങി. വലിയ തിമിംഗലങ്ങൾ മുതൽ ചെറിയ മീനുകൾ വരെ കടലിൽ നീന്തി തുടിച്ചു. ആകാശത്തിൽ ചിറകുകൾ വീശി പക്ഷികൾ പാറിപ്പറന്നു. എന്നാൽ ആറാമത്തെ ദിവസം കരയിലെ ഊടമായിരുന്നു. സിംഹവും ആനയും മാൻപേടയും മുതൽ ഇഴയുന്ന ചെറിയ ജീവികൾ വരെ മണ്ണിൽ നിറഞ്ഞു. ഭൂമി സജീവമായി. സൃഷ്ടികർത്താവിന്റെ മകുടമായി ദൈവം തന്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ആദാമിനെയും ഹവ്വയെയും ദൈവം സ്നേഹത്തോടെ രൂപപ്പെടുത്തി. ഈ ലോകത്തെ മുഴുവൻ പരിപാലിക്കുവാനുള്ള ചുമതല ദൈവം അവരെ ഏൽപ്പിച്ചു. എന്നാൽ ഏഴാം ദിവസം താൻ ചെയ്ത പ്രവൃത്തികളെല്ലാം പൂർത്തിയാക്കി ദൈവം വിശ്രമിച്ചു. താൻ സൃഷ്ടിച്ച ലോകം ഏറ്റവും നല്ലത് എന്ന് ദൈവം കണ്ട് സന്തോഷിച്ചു. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? നാം പ്രകൃതിയെ സ്നേഹിക്കണം. ഈ കാണുന്ന ആകാശവും ഭൂമിയും മരങ്ങളും മൃഗങ്ങളും ദൈവത്തിന്റെ വലിയ സമ്മാനങ്ങളാണ്. അവയെ നശിപ്പിക്കാതെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. നാം നന്ദിയുള്ളവരായിരിക്കണം. നമുക്ക് ചുറ്റുമുള്ള ഓരോ കാഴ്ചയും അത്ഭുതങ്ങളാണ്. ശ്വസിക്കുന്ന വായുവിനും കുടിക്കുന്ന വെള്ളത്തിനും നാം ഈ പ്രപഞ്ചത്തോടും ദൈവത്തോടും നന്ദിയുള്ളവരായിരിക്കണം.